അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള പരിശുദ്ധ മാസമാണ് റമളാൻ. അള്ളാഹു അവൻ്റെ മുഅ്മിനീങ്ങളായ അടിമകൾ അവർ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന, ചെന്ന് ചേരാൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ, നിഅമത്തിൻ്റെ സ്വർഗം അതിലെത്തിപ്പെടണമെന്നാണ് അള്ളാഹു നമ്മുടെയൊക്കെ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളുടെ കാര്യത്തിലൊക്കെ അള്ളാഹു ആഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും. ഈ സ്വർഗത്തിലേക്ക് നമ്മെ ഏവരെയും മാടി വിളിക്കുന്ന, നന്മ ചെയ്യുന്നവരെ നിങ്ങൾ കൂടുതൽ കൂടുതൽ നന്മയിൽ സജീവമാകൂ, തിന്മ ചെയ്യുന്നവരെ നിങ്ങളൊന്ന് ചുരുക്കൂ എന്ന് റമളാനിൻ്റെ ഓരോ രാത്രിയിലും വാനലോകത്തിൽ നിന്ന് മലക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുമെന്നെല്ലാം മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, നമ്മളേവരും കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ റമളാൻ. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധ റമളാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു വർത്തമാനം മാത്രമായി മാറുന്നുണ്ടോ, കേൾവി മാത്രമായി മാറുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളുമാണ് പരിശോധിക്കേണ്ടത്. സഹോദരന്മാരെ, ഒരു റമളാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നു, എത്രയാണ് അതിൻ്റെ ഭാഗ്യം! അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ് ഏതൊരു പ്രവർത്തനത്തിനും ഒന്ന് ചെയ്താൽ ചുരുങ്ങിയത് 10 കൂലി. എന്നാൽ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പൊറുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് റബ്ബ് പരിശോധിക്കുന്നു. ഇനി അത് പൊറുക്കുന്നില്ലെങ്കിൽ തന്നെ ഒരു തെറ്റിന് ഒരു ശിക്ഷയാണ്. എന്നാൽ അമലുകൾക്ക് ഒന്നിന് സാധാരണ നിലക്ക് തന്നെ ചുരുങ്ങിയത് 10. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ 70ഉം 700ഉം ലൈലത്തുൽ ഖദറും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള റമളാനിലെ പ്രത്യേക സമയങ്ങൾക്കും കണക്കില്ലാതെ പ്രതിഫലം നൽകുന്ന ഈ റമളാൻ, സ്വർഗത്തിലേക്ക് ഏറെ മുന്നിട്ട് കിടക്കാൻ പറ്റുന്ന റമളാൻ, ഈ റമളാൻ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു അങ്ങേയറ്റത്തൊരു സന്തോഷം നമുക്കുണ്ട് സഹോദരന്മാരെ. നമ്മോട് ചോദിക്കണം, അങ്ങനെ ഒന്നുണ്ടോ? നമുക്ക് ഈ പറയപ്പെട്ടതിൽ ആത്മാർത്ഥതയുണ്ടോ? കേൾക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനോ നിങ്ങളോ പ്രാർത്ഥിച്ചോ, പടച്ചോനെ സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കരസ്ഥമാക്കുന്ന റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനേകം അടിമകളെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക്, ആത്മാക്കളെ അള്ളാഹു ആനയിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയപ്പെട്ട റമളാനിൽ എൻ്റെ ആത്മാവിന് ഇടം നൽകണേ, എനിക്കതിൽ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാകണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചോ? ഏത് സമയത്തും മരണപ്പെട്ടു പോകാം. റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമോ എന്ന് നമുക്കറിയില്ല. ഈ ഉള്ളവൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് നമസ്കരിക്കുകയുണ്ടായി, പെട്ടെന്ന് അറ്റാക്കായി മരിച്ചു അയൽവാസി. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. രാത്രി മരണപ്പെട്ടു, പിറ്റേന്ന് രാവിലെ മറമാടി. നമ്മളെല്ലാം മറന്നു, പിറ്റേന്നും സാധാരണ പോലെ ജീവിതം നയിക്കുന്നു. ഇതാണ് നമ്മുടെ ഒക്കെ അവസ്ഥ. നമ്മൾ ആരും വിചാരിക്കേണ്ട, നമ്മളങ്ങ് പോകുമ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുമെന്ന്. ഒന്നും സംഭവിക്കില്ല. 2 ദിവസം ഓർക്കാൻ ആളുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. പിന്നെ ബാക്കിയുള്ളവരും കൂട്ടുകാരും വീട്ടുകാരും അവരുടെ ജീവിതത്തിലാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഖബറിൽ ഒറ്റക്കാണ്. നമ്മൾ നമ്മുടെ അമലുകളുമായിട്ടാണുള്ളത്. ഇങ്ങനെ ഖബറിൽ സന്തോഷത്തോടുകൂടി കിടക്കാൻ, പരലോകത്ത് സന്തോഷം, അതേപോലെ തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിചാരണയുടെ സമയത്തും സന്തോഷം. അങ്ങനെ അള്ളാഹുവിൻ്റെ രസങ്ങളുടെ, സുഖങ്ങളുടെ കേദാരമായ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്ന ആ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടോടണേ. പാപമോചനം ചെയ്യണം. എവിടേക്കാണ് നിങ്ങൾ ഓടേണ്ടത്? ദുനിയാവിൻ്റെ പിന്നാലെയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടണം.
എന്താണ് അതിന്റെ പ്രത്യേകത? ആകാശഭൂമികളേക്കാൾ വിശാലമാണത്. ആ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ആർക്കാണത്? മുത്തഖികൾക്ക് വേണ്ടിയുള്ളതാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖികൾക്ക് വേണ്ടിയുള്ള ഹൃദയത്തിൽ തഖ്വയുണ്ടോ? എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? അത് ഹറാമാണ്, കാണാൻ പാടില്ല. അത് മോശമാണ്, ഞാനത് പറയാൻ പാടില്ല, ഞാനത് ചിന്തിക്കാൻ പാടില്ല, ഞാൻ അങ്ങോട്ട് സെർച്ച് ചെയ്ത് പോകാൻ പാടില്ല എന്ന് മനസ്സ് പറയും, മനസ്സ് മന്ത്രിക്കും. അത് തഖ്വയുള്ള മനസ്സിൻ്റെ മന്ത്രണമാണ് സഹോദരന്മാരെ. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ. ഇങ്ങനെ തഖ്വ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ കുറിച്ച് പറഞ്ഞപ്പോ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ഇത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിനെയും ശരീരത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താ? ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ മുത്തഖികളാകുന്നതിന് വേണ്ടി. എന്തിനാ മുത്തഖികളാകുന്നത്? മുത്തഖികൾ മാത്രമേ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കൂ. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ. ഇന്നൽ മുത്തഖീന, മുത്തഖികളായിട്ടുള്ള ആളുകൾ, ഫീ ജന്നാതിൻ വനഹർ, അവർ സ്വർഗീയ ആരാമങ്ങളിലും അതേപോലെ തന്നെ അരുവികളിലുമായിരിക്കും. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. രാജാതിരാജനായ അല്ലാഹുവിൻ്റെ അടുക്കലുള്ള പ്രവിശാലമായ, അതേപോലെ തന്നെ ഫീ മഖഅദി സിദ്ഖിൻ, സത്യസന്ധതയുടെയും ഏറെ ഉയർച്ചയുടെയും ഇരിപ്പിട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കും ആര്? മുത്തഖികൾ. സ്വർഗത്തെക്കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുത്തഖികൾക്കുള്ളതാണ്. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ. അവർ ളിലാലുകളിലാണ്, തണലുകളിലാണ് അവർ ഉള്ളത്, അതേപോലെ തന്നെ അരുവികളിലാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. വിദൂരമല്ലാത്ത രീതിയിൽ സ്വർഗ്ഗം മുത്തഖികൾക്ക് വേണ്ടി അവിടെ ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ. പടച്ചറബിലേക്ക് ഖേദിച്ച് മടങ്ങിയ മുത്തഖികൾക്കുള്ളതാണത്. ആരാണവർ? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അദൃശ്യത്തിൽ ഭയപ്പെട്ടവരാണവർ. ആരും കാണൂല, ഭാര്യയില്ല, ഭർത്താവില്ല, മാതാപിതാക്കളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ നെറികേട് ആരും കാണൂല എന്ന് ഒരു വിചാരിക്കൂല. അല്ലാഹ് കാണും എന്ന് അവർക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അദൃശ്യമായി ഭയപ്പെടുന്ന ആളുകളാണവർ. പടച്ച റബ്ബ് കാണും. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അവർ എഴുതി വെക്കാതെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ റഖീബും അതീദും എന്ന വിശേഷണമുള്ള രണ്ട് മലക്കുകൾ എഴുതി വെക്കാതെ ഒന്നും സംസാരിക്കൂല, ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല സഹോദരന്മാർ. എല്ലാം രേഖയിലുണ്ടായിരിക്കും. എന്നിട്ട് മനുഷ്യൻ വിലപിക്കും. ഇടത്തെ കയ്യിൽ രേഖ വാങ്ങിയിട്ട് അക്രമി വിലപിക്കും, മാലിഹാദൽ കിതാബ്. എല്ലാം ഉണ്ടതിൽ. പറ്റിച്ചതുണ്ട്, ചതിച്ചതുണ്ട്, ഹറാമ് ചെയ്തതുണ്ട്, ഇരുട്ടിന്റെ മറവിൽ ചെയ്തതുണ്ട്. സഹോദരന്മാർ, ഇത് വിദൂരമായൊരു സംഗതിയല്ല. ഇതിൽ നിന്നെല്ലാം, പാപങ്ങളിൽ നിന്നെല്ലാം എല്ലാം മാറി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നമുക്ക് ഏറെ എത്താൻ പറ്റിയ മാസമാണ് വരാനിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിലക്ക് റമളാനിനെ നമ്മളൊരു പിതാവ് ഗൾഫിലേക്ക് പോയി 5 കൊല്ലോ 10 കൊല്ലോ അവിടെ എന്തോ ഒരു പ്രശ്നക്കായി കുടുങ്ങിക്കിടന്ന് 10 കൊല്ലം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന മക്കളും ഭാര്യയും ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. വാപ്പാനെ കാണണം, വാപ്പാനെന്ന് കെട്ടിപ്പിടിക്കണം, ആഹ്ലാദമാണ്. ഒന്ന് കാണണം, ഒന്ന് എടുത്ത് കിട്ടിയാൽ മതി, കണ്ടാൽ മതി, നാട്ടിലേക്കൊന്ന് എത്തിയാൽ മതി, അല്ലേ? ഇന്ന് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റമളാൻ അതിലും എത്രയോ വലുതല്ലേ? ആ ഒരു രീതിയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക തന്നെ ചെയ്യണം സഹോദരന്മാരെ. ആ നിലയിലേക്ക് മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ റമളാൻ നമുക്ക് സജീവമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, റമളാനിലേക്ക് ഒരുങ്ങുമ്പോൾ കുറച്ച് മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒന്നാമതായി, പാപങ്ങളില്ലാത്ത മനസ്സുമായിട്ടാണ് റമളാനിലേക്ക് കടക്കേണ്ടത്. എന്താ പാപങ്ങളുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ
അവൻ്റെ മനസ്സിൽ, ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ പാപക്കറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു വെള്ള തുണി, അതിലിങ്ങനെ ഓരോ ഡോട്ടിട്ട് അത് നിറഞ്ഞു കഴിഞ്ഞാൽ അത് കറുത്തുപോയി. അങ്ങനെ മനുഷ്യന്റെ മനസ്സ് കറുത്തുപോയി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്യുന്നത് നിമിത്തം അവരുടെ ഹൃദയങ്ങൾ കറുത്തുപോയിരിക്കുന്നു, കറപുരണ്ടതായിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ കറപുരണ്ട മനസ്സ് എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുക? അത് ഇസ്തിഗ്ഫാറിലൂടെയാണ് ഫിൽട്ടർ ചെയ്യുക. അപ്പൊ എന്തിനാ റമദാനിലല്ലേ ഇസ്തിഗ്ഫാറിന്റെ കഥ പറയേണ്ടതുള്ളൂ? റമദാനിന്റെ മുമ്പ് എന്തിനാ ഇസ്തിഗ്ഫാർ പറയുന്നത്? സഹോദരന്മാരെ, കറയുള്ള മനസ്സുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ തോന്നുകയില്ല, ഇബാദത്ത് ആസ്വദിക്കാൻ തോന്നുകയില്ല. എന്തുകൊണ്ട് നിസ്കാരം ആസ്വദിക്കാൻ കഴിയണില്ല? എന്തുകൊണ്ട് ഖുർആൻ എടുത്ത് ഓതാൻ ഈ ശഅബാൻ മാസം എനിക്കും നിങ്ങൾക്കും ഖുർആൻ എടുത്ത് ഓതാൻ എന്താ തോന്നാത്തത്? പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ഹസനാതു തദ്ഉ ഉഖ്തഹ. നന്മകൾ നന്മകളെ ക്ഷണിക്കും. നല്ല നിലക്കങ്ങട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു റൂഹുള്ള, ആത്മാവുള്ള, ഒരു ചൂടും ചുക്കാന്തിയുള്ള ഒരു നമസ്കാരം, ആ നിസ്കാരം കഴിഞ്ഞാൽ ദിക്റെല്ലാം ഓട്ടോമാറ്റിക്കായി തോന്നും. നന്മകൾ നന്മകളെ ക്ഷണിക്കും. അല്ലെങ്കിൽ ഉടനെ മെസ്സേജ് വരും മൊബൈലിൽ, നമ്മൾ എടുത്ത് പായും. ഒരു ദിക്റെല്ലാം നേരല്ല, ഒരു സുന്നത്ത് നിസ്കരിക്കാൻ നേരല്ല. നന്മകൾ നന്മകളെ ക്ഷണിക്കും, തിന്മകൾ തിന്മകളെയും ക്ഷണിക്കും. അതുകൊണ്ട് ഫിൽട്ടർ ചെയ്ത ഹൃദയത്തിനുടമകൾക്ക് നന്മകൾ ചെയ്യാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, കുറച്ച് സമയമുണ്ടെങ്കിൽ പള്ളി പോയി ഇരിക്കാൻ, അതേപോലെ തന്നെ ആ തഫ്സീർ ഒന്ന് വായിക്കാൻ തോന്നണമെങ്കിൽ സഹോദരന്മാരെ, ആ ഹൃദയം, കടുത്ത ഹൃദയം, പാപക്കറകളുള്ള ഹൃദയം, അത് ഒഴിവാക്കിയിട്ട് റമദാനിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് റമദാനിലെ വരവേൽക്കേണ്ടത്. നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം. എല്ലാം വൃത്തിയാകട്ടെ, ശരീരവും വൃത്തിയാകട്ടെ. കാരണം സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യമാണ്. തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമ്മൾ പലതവണ കേട്ടതാണ്. തുൽഹാ റളിയല്ലാഹു അൻഹു നബി അദ്ദേഹം പറയുകയാണ്, 2 ആളുകൾ ബലീ ഗോത്രത്തിൽ നിന്നും വന്ന് 2 ചെറുപ്പക്കാർ മുസ്ലിമീങ്ങളായി. അതിൽ ഒരാള് ഷഹീദായി മരണപ്പെട്ടു, മറ്റൊരാൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷം സാധാരണ നിലക്ക് മരണപ്പെട്ടു. എന്നിട്ട് തുൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ 2 ആൾക്കാരെ എനിക്കറിയാം. ഈ 2 ആൾക്കാരെ അദ്ദേഹം സ്വപ്നം കണ്ടു. ഈ 2 ആൾക്കാരെ സ്വപ്നം കണ്ടു. ഒരു സഹാബിയാണ് തുൽഹാ റളിയല്ലാഹു അൻഹു. എന്താ സ്വപ്നം? അദ്ദേഹം സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സമയമായിട്ടില്ല. സ്വർഗത്തിന്റെ പാറാവുകാർ അദ്ദേഹത്തിന്റെ സമയമായിട്ടില്ല. അദ്ദേഹം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ക്യൂവിലാണ്. സഹാബത്തിന്റെ സ്വപ്നവും അതായിരുന്നു സഹോദരന്മാരെ. സ്വർഗത്ത് കിടക്കുന്ന സ്വപ്നം കണ്ട് ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക്, സമയമായ ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ ആ 2 ആളുകളിൽ ഒരാളെ ഈ 2 ആൾ ബലീ ഗോത്രത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മുസ്ലിമീങ്ങളായ 2 ആൾക്കാരുണ്ടല്ലോ, അതിൽ ഒരാൾ സാധാരണ നിരക്ക് മരിച്ച ആൾ, മറ്റേ ഒരാൾ ഷഹീദായി മരിച്ച ആളാണ്, മുജാഹിദാണ്, ഷഹീദാണ്. 2ാമത്തെ ആൾ സാധാരണ നിലക്ക് മരണപ്പെട്ട ആളാണ്. സാധാരണ നിലക്ക് മരണപ്പെട്ട ആൾ സ്വർഗത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് 2ാമത്തെ ആള് സ്വർഗത്തിലേക്ക് പോകുന്നത്, ഷഹീദായ ആള്. ആദ്യം സാധാരണ നിരക്ക് മരിച്ച ആൾ സ്വർഗത്തേക്ക് പോകുന്നു, ഷഹീദിന് കാലം കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊരു സ്വപ്നമാണ്. സഹാബികൾ സ്വപ്നം കാണുന്നതും നമ്മളും ആരും സ്വപ്നം കാണും ദീനിൽ തെളിവല്ല. പ്രവാചകന്മാരുടെ സ്വപ്നമാണ് ദീനിൽ തെളിവുള്ളത്. ഇബ്രാഹിം നബിയോട് മോനെ അറുക്കാൻ വഹി കൊടുത്തത്, ഇന്നി അറാഫിൽ മനാമി അന്നി അത് ബഹുക്ക പന്തുർ മാതാ തറ, മോനെ നിന്നെ അറുക്കാൻ അള്ളാഹു എനിക്ക്, ഇബ്രാഹിം നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലിനെ അറുക്കാൻ സ്വപ്നത്തിലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുൽഹാ റളിയല്ലാഹു അൻഹു നേരം പുലർന്നപ്പോൾ സഹാബത്തിനോടൊക്കെ പറഞ്ഞു. സഹാബത്തെല്ലാം കൂടിയും റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഇങ്ങനെ സ്വപ്നം, ഒരു കഥ ഇങ്ങനെ കണ്ടിട്ട് സ്വപ്നം ഉണ്ടായിട്ടുണ്ട് തുൽഹാ റളിയല്ലാഹു അൻഹുവിന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബൂൻ, അല്ല നിങ്ങൾ എന്തത്ര അത്ഭുതപ്പെടാൻ?
എന്താ നിങ്ങൾക്ക് ഇത്ര അത്ഭുതം? അപ്പോൾ സഹോദരന്മാരെ, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ സഹാബികൾ, നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദല്ലദീ കാന അശദ്ദു റജലൈനി ഇജ്തിഹാദൻ ഫസ്തുഷിദ ഫീ സബീലില്ലാഹ് ഫദഖൽ ആഖിറുൽ ജന്ന ഖബ്ലഹു. ഷഹീദായ ആൾ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് സ്വർഗത്ത് കിടക്കുന്നത്. അതിൻ്റെ മുമ്പ് സാധാരണ നിലക്ക് മരിച്ച ആളാണല്ലോ ആദ്യം സ്വർഗത്ത് കടന്നത് എന്ന് സഹാബികൾ മറുപടി പറഞ്ഞു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. ആ സാധാരണ മരിച്ച ആൾക്ക് ആ ഷഹീദായ സുഹൃത്തിനേക്കാൾ ഒരു വർഷം കൂടി കൂടുതൽ കിട്ടിയില്ലേ? സഹാബത്ത് പറഞ്ഞു, കിട്ടി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അദ്റക റമളാൻ, അദ്ദേഹത്തിന് റമളാൻ, ഒരു റമളാൻ കൂടി കിട്ടി, ഒരു റമളാൻ മാസം കൂടി കിട്ടി. ഫസാമഹു, ആ റമളാനിൽ അയാൾ നോമ്പനുഷ്ഠിച്ചു. റമളാനിന്റെ പുണ്യപ്രവർത്തനങ്ങളെല്ലാം ആ മനുഷ്യൻ ചെയ്തു, ആ സഹാബി ചെയ്തു. അത് ചെയ്തില്ലേ? കാലു, അവർ പറഞ്ഞു, ബല, അതേ, അദ്ദേഹത്തിന് ഒരു നോമ്പ്, ഒരു റമളാൻ കൂടി കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് ഒരു റമളാനേറെ കിട്ടി, ഒരു കൊല്ലം കൂടുതൽ നമസ്കരിക്കുകയും അതേപോലെ തന്നെ കൂടുതൽ ഇബാദത്ത് നടത്തുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിക്കണേ, അത് ഉണ്ടായിക്കണേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന സമാഇ വൽ അർള്. ആകാശഭൂമികൾക്കിടയിൽ എത്ര അന്തരമുണ്ടോ അത്ര അന്തരം ഒരു റമളാൻ ഏറെ കിട്ടിയ ആ സഹാബിയുടെയും കിട്ടാത്ത സഹാബിയുടെയും ജീവിതത്തിലുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒരു റമളാൻ, നമുക്ക് വരാനിരിക്കുന്ന ഒരു റമളാൻ. എത്രയോ കാലം നേരത്തെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നമാണെങ്കിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം പഠിക്കുകയുണ്ടായി. ദീനിൽ അത് നിയമമായി വന്നു, അത് ഹദീസായി വന്നു. 1400 വർഷങ്ങൾക്ക് ശേഷം നമ്മളിത് വായിക്കുകയാണ്. ഇതാണ് സഹോദരന്മാരെ റമളാൻ. ഈ റമളാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ എല്ലാ നിലക്കും റമളാനിൻ്റെ പുണ്യപ്രവർത്തനങ്ങളിൽ ഏറെ സജീവമാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതിൽപ്പെട്ട ഒന്നാണ് ഇസ്തിഗ്ഫാറുകൾ നടത്തുക, നന്മകൾ ചെയ്യാൻ, ഖുർആൻ ഓതാൻ, അതേപോലെ തന്നെ പള്ളിയിൽ വന്നിരിക്കാൻ, കണ്ണിനെയും കാതിനെയും കൽബിനെയൊക്കെ നിയന്ത്രിക്കാൻ. ഇത് മറ്റുള്ള 11 മാസങ്ങളെപ്പോലെയല്ല, ഇത് വേറെയാണ്. എന്നും മനസ്സിനെ, മക്കളെ, മാതാപിതാക്കളെ, ഭാര്യയെ, ഭർത്താക്കന്മാരെ പരസ്പരം പറയാൻ, കുടുംബത്തെ ഒരുക്കാൻ നമുക്ക് തോന്നണം സഹോദരന്മാരെ. ആ നിലയ്ക്ക് ഉണ്ടാവുമ്പോഴാണ് റമളാൻ നമ്മൾ കാത്തിരിക്കുന്നത്. അതിനെന്ത് വേണം? പഠിക്കണം. റമളാനിൻ്റെ പോരിശകളും അതിൻ്റെ മഹത്വങ്ങളും പഠിക്കണം സഹോദരന്മാരെ. അത് പഠിക്കാഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴേ താല്പര്യം ഉണ്ടാകുക ഇതിനെക്കുറിച്ച് അറിയുമ്പോഴാണ്. അതിനെന്തുണ്ടാവണം? അഹ്ലൻ റമളാൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. റമളാനിനെ എങ്ങനെ വരവേൽക്കാം, അത് കേവലം ഒരു ക്ലാസ്സായി ഒതുങ്ങി ഞാനതിലുണ്ടാകണം, എൻ്റെ കുടുംബം ഉണ്ടാകണം, എൻ്റെ ഭാര്യ ഉണ്ടാകണം. ആ സജീവത ഓൾക്ക് തോന്നണം, ഓൾക്ക് തോന്നി എൻ്റെ മക്കൾക്ക് ഉണ്ടാവും. അത് അങ്ങനെ കുടുംബത്തോടെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കണം. ദുനിയാവിൻ്റെ എല്ലാ രസങ്ങളും ഭാര്യയും മക്കളും കുടുംബവും മാതാപിതാക്കളും എല്ലാവരും ഉണ്ട്. കല്യാണത്തിന് പോകുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും ടൂർ പോകുന്നതും എല്ലാവരും ഒപ്പാ അല്ലേ? സ്വർഗത്തിലും ഒപ്പമാകണ്ടേ സഹോദരന്മാരെ? അൻതും അസ്വാജുക്കും തുഹ്ബറൂൻ, സന്തോഷത്തോടു കൂടി നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇണകളുമൊക്കെ സ്വർഗത്തിലേക്ക് വരൂ എന്ന് ആനയിച്ച് തേടി ക്ഷണിക്കപ്പെടുന്ന ആ ഒരു രംഗം ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഇതൊക്കെ കെട്ടുകഥയാണോ? ഇതൊക്കെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കുടുംബത്തോടെ നരകത്തിൽ കിടന്നെരിയുന്ന ആളുകളുമുണ്ട്. ഭാര്യ സ്വർഗത്തിലും ഭർത്താവ് നരകത്തിലുമുള്ള ആളുകളുമുണ്ട്. നേരെ തിരിച്ചുമുണ്ട്. മാതാപിതാക്കളും തിരിച്ചും മറിച്ചൊക്കെ ഉണ്ട് സഹോദരന്മാരെ. കൂ അംഫുസക്കും, അവിടെയാണ് ഞാനും നിങ്ങളുമാകുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹു പറഞ്ഞത്, കൂ അംഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം കേട്ടോ. ഉത്തരവാദിത്തമുണ്ട്. ഇതാണ് മാതാപിതാക്കൾ. മക്കളുണ്ട്. അതേപോലെ തന്നെ ആ മക്കള് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് ദുനിയാവിൻ്റെ എല്ലാം സെറ്റാക്കി, നല്ല ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു, നല്ല പാർപ്പിടം കൊടുത്തു, അവർക്ക് ഡ്രസ്സും കാര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അതിനിപ്പോൾ നമ്മൾ വേണ്ട. അത് എല്ലാവരും ചെയ്യണതാണ്, എല്ലാ മതക്കാരും ചെയ്യണല്ലേ. ഈമാന്റെ ഒരു മാറ്റം എവിടെയാണ്? ഇതെല്ലാവരും ചെയ്യണതല്ലേ.
എല്ലാ ദുനിയാവിൻ്റെ ആളുകളും ചെയ്താണ്. ഫിർഔൻ ചെയ്ത പണിയല്ലത്, കാറൂൻ ചെയ്ത പണിയല്ലത്, എല്ലാവിധ തോന്നിവാസികളും ചെയ്ത പണിയല്ലത്. അവർക്ക് കുടുംബം ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തെയും അവരുടെ മക്കളെയൊക്കെ നോക്കുന്നു. കന്നുകാലികൾ ചെയ്യണ പണിയല്ലത്. ഒരു കോഴി അടയിരിക്കുന്ന സമയത്ത് അതിലൊന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പോയൊക്കെ കൊത്തു കിട്ടും. പറവകൾ ചെയ്യണ കണിയല്ലേ. എത്രമാത്രം ഉഷാറായിട്ടാണ് കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ചിക്കിപ്പരുത്തി കൊടുക്കുന്നു, അതിനെ നോക്കുന്നു, കെയർ ചെയ്യുന്നു. ഒരു വലിയ മൂർഖം പാമ്പോ അല്ലെങ്കിൽ നായയോ വന്നാൽ പോലും സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് മക്കളെ കെയർ ചെയ്യുന്ന ജീവജാലങ്ങൾ അല്ലേ. അപ്പൊ നമുക്ക് പിന്നെന്താ നമ്മുടെ ഈമാനിന്റെ ആ ഒരു സ്ഫുരികം എവിടെ? ഈമാൻ എവിടെയാണ് പ്രകാശിക്കുന്നത്? നമ്മൾ കേവലം അങ്ങനെ മക്കളെ വളർത്തേണ്ടത്. മക്കൾക്ക് ദീന് വേണം. എൻ്റെ മക്കളുടെ ഡ്രസ് കോഡിൽ ഞാൻ ഇടപെടണം. എൻ്റെ മക്കളുടെ നമസ്കാരം അത് ഞാൻ ശ്രദ്ധിക്കണം. എൻ്റെ മക്കൾ ലിബറലിസത്തിൻ്റെയും അതേപോലെ തന്നെ എത്തിസത്തിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നുണ്ടോ എന്ന് ഞാൻ നോക്കണം. അല്ലെങ്കിൽ ചോദിക്കും. അള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, നിങ്ങൾ നരകത്ത് നിങ്ങളെ കുടുംബത്തെ കാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബോധം, അതാണ് ദീനിയായ മാതാപിതാക്കൾ. ദീനിയായിട്ടുള്ള മാതാപിതാക്കൾ എന്ന് പറഞ്ഞത്. അതിനെന്ത് വേണം? ഇതുപോലുള്ള സംസാരങ്ങൾ കേൾക്കണം. നമ്മുടെ ഭാര്യമാർ ഖുത്ബക്ക് വരണം, അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത് കേൾപ്പിക്കണം. ഇത് നല്ല ഏതെങ്കിലും ഒരാഴ്ച ഒരു ഖുത്ബെങ്കിലും കേൾക്കാത്ത ഒരു പ്രഭാഷണം വൃത്തിയായി കൃത്യമായിട്ട് കേൾക്കാത്ത ഒരു ഭാര്യയും ഉണ്ടാകാൻ പാടില്ല, ഒരു ഉമ്മ ഉണ്ടാകാൻ പാടില്ല. പള്ളിക്ക് വരുന്നില്ലെങ്കിൽ ഓൽക്ക് കേൾക്കാനുള്ളതാണത്. ഇതൊക്കെ അതിനല്ലേ. റമളാനിന്റെ പോരിശയും അതിന്റെ ഫضലുകളൊക്കെ അറിയേണ്ട സഹോദരന്മാര്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വൃത്തിക്ക് പറഞ്ഞു തരികയാണ്, കാര്യങ്ങൾ കൃത്യമായി പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. അതാകും റമളാനു ശഹ്റുൻ മുബാറക്. ദാ നിങ്ങൾക്കിതാ റമളാൻ വരുന്നു, നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ഇതൊരു പരിശുദ്ധമായ മാസമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാന സുഫിദത്തി ശയാതീൻ. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു, നരകം അടക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ ഒരു സംശയമുണ്ടാവും. സ്വർഗത്തിലേക്ക് പോകാൻ തടസ്സം നിൽക്കുന്ന ശൈത്താന്മാരുണ്ടല്ലോ, പിശാചുക്കളുണ്ടല്ലോ. നമ്മളെ ചിന്തകളും അതേപോലെ തന്നെ നമ്മുടെ തോന്നിവാസങ്ങളിലേക്കും ഹറാമുകളിലേക്കും കൊണ്ടുപോകുന്നവരുണ്ടല്ലോ. ആ ശൈത്താന്മാര് അവര് നമ്മളെ പഴപ്പിക്കൂലേ? അവര് നമ്മളെ പ്രയാസപ്പെടുത്തൂലേ? ഇല്ല. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി കെട്ടിയിട്ട് ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ട് അവരവിടെ പീഡിപ്പിക്കപ്പെട്ട് കഴിയുന്നു. ഇത്ര അവസരം അല്ല തരാണ്, തുറന്നു വെച്ചിക്കാണ് വാതില്. എന്നിട്ട് അമല് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അമലിൽ നിന്ന് നമ്മളെ കുടുംബത്തിനെ, നമ്മുടെ ഭാര്യ ഭർത്താക്കളെയൊക്കെ തെറ്റിക്കുന്ന ശൈത്താൻ ഉണ്ടല്ലോ, ശൈത്താനും കെട്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ കണക്കില്ലാത്ത പ്രതിഫലം. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ റമളാൻ കഴിഞ്ഞ് 30 ദിവസമോ 29 ദിവസമൊക്കെ കിട്ടിയിട്ട് എന്നിട്ടും പാപം പൊറുക്കപ്പെടാതെ, എന്നിട്ടും തഖ്വ കരസ്ഥമാക്കാത്ത മനുഷ്യൻ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാന്റെ റസൂൽ ഇതുപോലെ മിമ്പറിൽ നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്, ആ മനുഷ്യൻ റമളാൻ മുഴുവൻ കിട്ടിയിട്ട് ഇത്രയൊക്കെ ഓഫർ വാരി കോരിക്കൊടുത്തിട്ട് ഒരവസരമില്ല നരകത്തേക്ക് പോകാൻ. പക്ഷെ നരകത്തേക്ക് ഈയാമ്പാറ്റുകൾ തീയിലേക്ക് ചാടുന്ന പോലെ കുതറി ഓടിച്ചാടി ആ മനുഷ്യൻ, ആ കുടുംബം, ആ ഭാര്യ, ആ ഭർത്താവ് റമളാൻ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയില്ല. മുത്തുനബിന്റെ അടുക്കൽ വന്ന് മലക്കുകളുടെ നേതാവ് പ്രാർത്ഥിക്കുകയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലേ, അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ ശപിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം അവന് കിട്ടട്ടെ, ഒരു നിലക്കും കരകയറാത്തവനാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. എന്നിട്ട് ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറയാണ്, നിങ്ങൾ ആമീൻ പറ പ്രവാചകരെ, അഷ്റഫുൽ ഖൽഖ് ആമീൻ, അഷ്റഫുൽ ഖൽഖിന്റെ ആമീൻ. മലക്കുകളുടെ ശ്രേഷ്ഠന്റെ ദുആയും സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠവാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടച്ചോനെ ഇത് സ്വീകരിക്കണേ. അതിലെങ്ങാനും നമ്മൾ പെട്ടാൽ എന്താ സഹോദരന്മാരെ അവസ്ഥ? എൻ്റെ ഭാര്യ പെട്ടാൽ, എൻ്റെ ഭർത്താവ് പെട്ടാൽ, എൻ്റെ മക്കൾ പെട്ടാൽ, എൻ്റെ മാതാപിതാക്കൾ പെട്ടാൽ, ഇതാണ് ഒരു റമളാൻ വരുന്ന സമയത്ത് നമുക്കുണ്ടാകേണ്ടത്. അതിന് നമ്മൾ പഠിക്കണം. റമളാന്റെ ശ്രേഷ്ഠതയും ഫضലും പഠിക്കണം. റസൂലുള്ളാഹി പറയാണ്, നരകത്തിന്റെ വാതിലുകളെല്ലാം അടക്കും. ഒരുപാട് വാതിലുകൾ നരകത്തിനുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അർത്ഥം അറിഞ്ഞെന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു വാതിൽ പോലും തുറന്നിട്ടുണ്ടാവില്ല, എല്ലാം അടച്ചു.
അതേപോലെ തന്നെ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ഫലം യുഗലക മിൻഹാ ബാബുൻ, ഒന്നുപോലും അടഞ്ഞെടുക്കണില്ല, ഒന്നുപോലും അടഞ്ഞെടുക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തിക്ക് പറഞ്ഞു തരികയാണ്. വയുനാദി മുനാദിൻ, ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്, എല്ലാ രാത്രിയിലും വിളിച്ചു പറയുന്നു, യാ ബാഗിയൽ ഖൈർ, നന്മ ചെയ്യുന്നവരെ, നന്മ ആഗ്രഹിക്കുന്നവരെ, അക്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ, നിങ്ങൾ മുന്നോട്ട് വരൂ, അമാന്തിച്ച് നിൽക്കല്ലേ, അമാന്തിച്ച് നിൽക്കല്ലേ. ഖുർആനോത്, ജമാഅത്തിന് പള്ളിയിലെത്ത്, ജീവനുള്ള നിസ്കാരം നിസ്കരിക്ക്, അർത്ഥമൊക്കെ അറിഞ്ഞ് ശരിക്ക് മനസ്സിൽ അള്ളാനെ ഓർത്ത് തെക്കുപേരത്തിലേറാണ് കയ്യെട്ടി വേറെടുക്കോ ചിന്ത പോയിട്ട് എന്നിട്ട് ഇങ്ങോട്ട് സലാം, ഇമാമ് സലാം വീട്ടുന്ന സമയത്ത് നിസ്കാരത്തിലാണെന്ന് പോലും അറിയാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ് പറയുമ്പോൾ വലൈക്കും അസ്സലാം എന്ന് പറയുന്ന നിസ്കാരക്കാരാണ് പലരും. എല്ലാവരും ഞാൻ പറയല്ല. അപ്പൊ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തിന്മ ചെയ്യുന്നവരെ നിങ്ങളൊന്ന് ചുരുക്കൂ, ഇത് റമദാൻ മാസമാണ്. നരകത്തിൽ നിന്നും മോചനം നൽകപ്പെടുന്ന ആളുകളുണ്ട്. വദാലിക കുല്ലു ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. റമദാനിന്റെ എല്ലാ രാത്രിയിലും നരകമോചനമുണ്ട്, അതിൽ നിങ്ങൾ പെടണം എന്നർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നല്ലൊരു ഒരുങ്ങണം, നമ്മുടെ കുടുംബത്തെ ഒരുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന റമദാനിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ അവസരം കിട്ടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൽ അമലുകളേറെ ചെയ്യാൻ, അതിന് തൗഫീഖ് കിട്ടാൻ, നമ്മുടെ മനസ്സിൻ്റെ പാപക്കറകളെല്ലാം ഇസ്തിഗ്ഫാറുകൾ കഴുകിക്കൊണ്ട് ഫിൽട്ടർ ചെയ്ത് റമദാനിലേക്ക് കടക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കാരണം നന്മയുള്ള മനസ്സുകൾക്കാണ് നന്മയിലേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു താല്പര്യവും ഒരു ത്വരയും ഉണ്ടാവുകയുള്ളൂ. തിന്മയിലേക്ക് കൂടുതലെടുക്കാൻ മനസ്സിന് കറയിട്ട് കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ പ്രവർത്തനം കാരണം, അവരുടെ ദുശ്ചൈതികൾ കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് കറ പിടിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, അവൻ എത്രയാണോ ഇസ്തിഗ്ഫാർ നടത്തുന്നത്, സ്വഖല ഖൽബഹു, അവൻ്റെ ഹൃദയത്തെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും അത് വെള്ള തുണി, വൃത്തിയായ തുണി കഴുകിക്കളഞ്ഞ് ഒരു കറയുമില്ലാത്ത അവസ്ഥ എങ്ങനെയാണോ അതുപോലെ തന്നെയാവും, കഴുകിക്കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കണം മുഅ്മിൻ്റെ ജീവിതം. ഹറാമും തെറ്റും മുഅ്മിനീങ്ങൾ ചെയ്യും, അത് പ്രവാചകന്മാർ മാത്രമേ അതിൽ നിന്നും ഒഴിവുള്ളൂ. അതുകൊണ്ട് തൗബ ചെയ്യണം എന്നർത്ഥം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ, അള്ളാൻ്റെ അടുക്കൽ അള്ളാഹ് അമല് സ്വീകരിക്കാനും അതേപോലെ തന്നെ അള്ളാൻ്റെ ഇഷ്ടപ്പെട്ടവരൊക്കെ ആകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട, നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബ ബന്ധത്തിൽ വിള്ളലില്ലാതെ നിൽക്കുക എന്നുള്ളത്. ഭാര്യമാർ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ, അയൽവാസികൾ, അതേപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ, കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കുടുംബങ്ങൾ, അതേപോലെ തന്നെ അയൽവാസികൾ, അവരോടൊക്കെ നമ്മളെ ബന്ധവും നമ്മുടെ സമീപനവും എങ്ങനെയാണ്? അവർക്കിഷ്ടമില്ലാത്തത് പലതും എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ അതൊന്ന് പൊരുത്തപ്പെടിപ്പിക്കാനും ഹജ്ജിന് മുമ്പ് നമ്മളൊക്കെ ചെയ്യണ്ടല്ലോ, ഇതൊക്കെ ചെയ്യണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട ആളിട്ടാന്ന് പറയും അല്ലേ? ഇത് ഹജ്ജിനും ഉംറക്കും റമദാനും മാത്രം, ഏത് സമയത്തും ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് ഒരുങ്ങാനും അല്ലാതെ സ്വീകരിക്കണം. അവൻ്റെ ഒരുത്തുന്നൊരു തെറ്റുണ്ടായപ്പോൾ അതൊന്ന് പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ മസിലുടിച്ച് നിൽക്കുകയാണ്, ഞാൻ തയ്യാറല്ല, വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. എന്നിട്ട് ഞാൻ അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാന്ന്. അതിലർത്ഥമല്ല. നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം സഹജീവികൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്. തെറ്റല്ല എൻ്റെ അടുത്തല്ല, ഓരോരുത്തർ തന്നെയാണ്, ആയിക്കോട്ടെ, എന്നാലും ഞാൻ വിട്ടുവീഴ്ച കൊടുത്തു. ഈ ഒരു ചെറിയ ദുനിയാവല്ല സഹോദരന്മാരെ, എന്താ മസിലുടിച്ചിരുന്നിട്ട് കാര്യം? അങ്ങനെ കുടുംബ ബന്ധം വിളക്കി ചേർക്കണം, മുറിക്കാൻ അവസരം ഉണ്ടാക്കല്ല. അത് പറഞ്ഞ് കുശുകുശു ഉണ്ടാക്കിയിട്ട് എങ്ങനെ കൂടുതൽ അകൽച്ച ഉണ്ടാക്കാൻ പറ്റുമോ അത് നോക്കല്ല. അതിന് ആണും പെണ്ണൊക്കെ ഉഷാറാണ് പലപ്പോഴും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് കൂടുതൽ സൂചിപ്പിക്കാനുള്ളത്.
ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുന്ന പ്രശ്നമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുടുംബബന്ധം ചേർക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ബന്ധം ചേർത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹിൻ്റെ തൃപ്തി മാതാപിതാക്കളെ തൃപ്തിയിലാണ്. റിളൽ റബ്ബി റിളൽ വാലിദ്, പിതാവിൻ്റെ തൃപ്തിയിലാണ് അള്ളാഹിൻ്റെ തൃപ്തിയുള്ളത്. വസഖ്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദ്, പിതാവിൻ്റെ കോപത്തിലാണ്, ദേഷ്യത്തിലാണ് അള്ളാഹുവിൻ്റെ കോപമുള്ളത്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരോട് നമ്മുടെ സമീപനം എങ്ങനെയാണ്, ഉമ്മയോട് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാത്തി ലയാലിൻ, ഒരു മനുഷ്യൻ മുഅ്മിനാണോ, മുഅ്മിനീങ്ങളാണോ, രണ്ടാളുകൾ 3 ദിവസത്തിലധികം പിരിഞ്ഞിക്കാൻ പാടില്ല. ഒരു പ്രശ്നമുണ്ടായി, തെറ്റി പിരിഞ്ഞു, അത് മനുഷ്യന്മാരെല്ലാം സ്വാഭാവികമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് അടുക്കാൻ തോന്നുന്നില്ല. പക്ഷെ 3 ദിവസത്തിലധികം അടുക്കാക്കാൻ പറ്റൂല. സലാം പറഞ്ഞ് പിരിഞ്ഞ് കെട്ടിപ്പിടിച്ച് റാഹത്താക്കണം. കാരണം എന്തേ, നമുക്ക് ജീവിക്കാനുള്ള ലോകമല്ല, നമുക്ക് വരാനിരിക്കുന്ന ലോകമാണ്. അമലുകളൊക്കെ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ കുടുംബബന്ധങ്ങളും വിളക്കി ചേർക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ കൂടുതൽ അമലുകൾ കൊണ്ട് സമ്പുഷ്ടമായി ജീവിക്കാനുള്ള മഹാ തൗഫീക്ക്, മഹാഭാഗ്യം നമുക്ക് നമ്മുടെ കുടുംബത്തിനുമെല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും ഒരു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.